പടം ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചില ആസൂത്രിതമായ പരിപാടികൾ നടന്നത് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഇന്നലെ ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതായത് ഈ സമയത്ത് ഒരു സമരം കൊണ്ടുവരിക, ഈ പടം തിയേറ്ററുകാർക്ക് ലാഭമായിരിക്കും, അവർക്ക് അതിൽ സന്തോഷം വരും, എന്നാ ഇപ്പൊ ഇറക്കണ്ട എന്നും പറഞ്ഞൊരു സമര പദ്ധതിയൊക്കെ ഇട്ടതൊക്കെ പൊളിഞ്ഞു എന്നാണ് ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെയൊക്കെ ഭയങ്കര മാനോളം പുകഴ്ത്തിയ മേജർ രവി മിനിയാന്ന് രാത്രിയിൽ ഒരു പോസ്റ്റ് ഇടുന്നു, പൃഥ്വിരാജ് ചതിച്ചു, ഈ സീനും ആരും കണ്ടിട്ടില്ല, പ്രിവ്യൂ. എന്തൊക്കെ നുണയാണ് ഒരു ദേശസ്നേഹിയായ കമാൻഡോ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആ മനുഷ്യൻ പറഞ്ഞത്. ഇതാണോ ദേശസ്നേഹം? ഇതൊക്കെ വ്യക്തി സ്നേഹം എന്നല്ലാതെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ വേറെ എന്താ പറയേണ്ടത് നിനക്ക്? രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു, അപ്പോഴും പറയുന്നു. സത്യാവസ്ഥകളെ മറച്ചു പിടിച്ചുകൊണ്ട് പലതും പകുതിക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കിയതല്ലേ അതിന് നിന്റെ വിഷമം അല്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഇപ്പൊ ജനങ്ങളെ ഇളകിയിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രശ്നം ഉണ്ടെന്നുള്ള ആ പ്രശ്നം തന്നെ ഞാൻ പറഞ്ഞല്ല. പടം കൊള്ളൂല എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ മോന്റെ പടം കൊള്ളൂല എന്ന് മേജർ റിവ്യൂ. എവിടെ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം എവിടെയെങ്കിലും ഒന്ന് പറ. അതിന് താഴത്തെ ഒരു പരാമർശം കണ്ടിരുന്നു, ഞങ്ങൾ നന്നായി നടത്തുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനിലും ഇയാൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഡ്രാഫ്റ്റ് എഴുതി കൊടുത്ത ആരാണെന്നുള്ള എനിക്കറിയാം. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. മോഹൻലാലിന്റെ കൂടെ നടക്കുന്ന ഒരുത്തനെ ഞങ്ങൾ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ കയറ്റിയിട്ടില്ല. ഇത് അവന്റെ ഡ്രാഫ്റ്റാണ്, അവൻ്റെന്ന് തന്നെ പറയുന്നു. ഓക്കെ, കുറച്ച് വയലൻ്റാണ്, അത് നിങ്ങൾ കണ്ടുപിടിച്ചു.